നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പൊതുപ്രവർത്തകരുടെയൊക്കെ നാവിൻ്റെ തുമ്പത്ത് സരസ്വതി വിളയാടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നന്ന്. പക്ഷേ ചിലപ്പോഴെങ്കിലും അല്പനേരത്തേക്കെങ്കിലും വികട സരസ്വതി നാവിൻ തുമ്പത്ത് വിളയാടും. പറഞ്ഞു വരുന്നത് ശ്രീ സജി ചെറിയാൻ എന്ന സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയെക്കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പരാമർശം, ഭരണഘടനയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായതാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു. അതോടെ ആ അന്വേഷണം നടന്നു. അതിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു, തിരിച്ച് എത്തി മന്ത്രിസ്ഥാനത്ത് തുടർന്നു. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി അതേ വിഷയം ഹൈക്കോടതി ഇപ്പോൾ സജി ചെറിയാനെ മുൾമുനയിൽ നിർത്തുന്ന കാഴ്ച കാണുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ക്രക്സ് എന്താണ്? നമുക്ക് ആ വിഷയം, സംഭവം നമുക്കറിയാം. മല്ലപ്പള്ളി, പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിലുള്ള മല്ലപ്പള്ളി എന്ന പ്രദേശത്തെ ഒരു CPMൻ്റെ ഏറിയ സമ്മേളനത്തിൻ്റെ ഒരു 100ാമത്തെ ക്ലാസ്സാണ്. അതെടുത്തത് സജി ചെറിയാനാണ്. അദ്ദേഹം വളരെ സരസമായി സംസാരിച്ചു. ഒരു വിഷയം ഊന്നിപ്പറയുകയാണ്. ഇടതുപക്ഷത്തിന് സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഭരണഘടന പലപ്പോഴും ഒരു ഉപകരണമായി മാറുന്നു, ഭരണകൂടത്തിലെ ആളുകളുടെ കയ്യിലെ ഒരു ഉപകരണമായി മാറുന്നു. ആ ഒരു പോയിന്റ് ഇലസ്ട്രേറ്റ് ചെയ്യാനായി ഒരുപക്ഷെ അദ്ദേഹം നിർദോഷമെന്ന് കരുതുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞാൽ ഭരണഘടനയുടെ ആമുഖം വളരെ പരിപാവനമാണ്. ഭരണഘടന തന്നെ പരിപാവനമാണ്. നമ്മുടെ രാജ്യം ഭരണഘടന അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസിയാണ്. നമുക്ക് പാർലമെൻറ്റും തെരഞ്ഞെടുപ്പ് ഘടനകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്തിൻ്റെയും മുകളിൽ നിൽക്കുന്നത് ഭരണഘടന തന്നെയാണ്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ്, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ഭയമോ ഭീതിയോ ഇല്ലാതെ അധികാരം നിർവഹിച്ചുകൊള്ളാം, തൻ്റെ ചുമതലകൾ നിർവഹിച്ചുകൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്ന മന്ത്രി തന്നെ ഭരണഘടനയെ മുൾമുനയിൽ നിർത്തിയാൽ എങ്ങനെയാണ്? ഇവിടെ ഭരണഘടന ഒരു ഇൻസ്ട്രുമെൻ്റ് ആകുന്നു എന്ന വാദത്തെ സ്ഥിരീകരിക്കാനായി അദ്ദേഹം പറയുകയാണ്, ഭരണഘടന ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ യജമാനന്മാരുടെ ഇംഗിതമനുസരിച്ച് ചിട്ടപ്പെടുത്തിയതാണ് എന്ന ധ്വനിയും, ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ റിഡൻഡൻ്റ് ആണ്, മീനിങ്ലെസ് ആണ്, മോറിബൻ്റ് ആണ്, ആ രീതിയിലുള്ള ആശയമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇത് തീർച്ചയായും വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. അത് മനഃപൂർവ്വം ഭരണഘടനയെ അവഹേളിക്കാനാണോ പറഞ്ഞത്, അതോ വായിൽ നിന്ന് വീണ വീൺവാക്കാണോ? അത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കാനുള്ള ചുമതല നൽകപ്പെട്ടത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ പോലീസിനാണ്. അല്ലെങ്കിൽ കീഴ്വായ്പൂർ പോലീസ് അന്വേഷിച്ചു, DYSP തലത്തിലൊരു അന്വേഷണം നിർവഹിച്ചു. തീർച്ചയായും രാഷ്ട്രീയമായ ഇടപെടലുണ്ടാകും. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തു നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആദ്യമൊക്കെ അദ്ദേഹം റെസിസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മറ്റൊന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ ഈ മന്ത്രിയുടെ ഈ പ്രസംഗത്തിന് ഒരു ക്ലീൻ ചിറ്റാണ് പോലീസ് അന്വേഷണത്തിൽ, DYSP തലത്തിലുള്ള അന്വേഷണത്തിന് കൊടുത്തത്. അതനുസരിച്ച് കോടതി, തിരുവല്ലയിലെ കോടതി, മാജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും അതിൽ അപാകതയൊന്നുമില്ല എന്ന പരാമർശം നടത്തി. അങ്ങനെ സജി ചെറിയാൻ തിരിച്ചെത്തി. ജൂലൈ 3-ാം തീയതി നടത്തിയ പരാമർശത്തിന് ശേഷം രാജിവെക്കേണ്ടി വന്ന അദ്ദേഹം പിറ്റേ വർഷം ജനുവരി 1 മന്ത്രി പദവിയിൽ തിരിച്ചെത്തി. എല്ലാം ശുഭമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഒരാൾ ഹൈക്കോടതിയിൽ ഇതേക്കുറിച്ചുള്ള പെറ്റീഷൻ കൊടുക്കുകയും ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അന്വേഷണം, മുൻകാലത്ത് നടത്തിയ പോലീസ് അന്വേഷണം, DYSP തലത്തിൽ നടത്തിയ അന്വേഷണം പൂർണ്ണമായിരുന്നില്ല. വേണ്ട സാക്ഷിമൊഴികൾ അവിടെ ഉണ്ടായില്ല. വേദിയിലിരുന്ന CPM നേതാക്കളെ മാത്രമാണ് സാക്ഷിയാക്കിയത്. സദസ്സിലിരുന്നവരെയോ അവിടെ സന്നിഹിതരായിരുന്ന മാധ്യമ പ്രവർത്തകരെയോ സാക്ഷിയാക്കാൻ സാധിച്ചില്ല. മന്ത്രിയുടെ ശബ്ദമൊഴി എടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കേസ് ദുർബലപ്പെടാൻ അന്വേഷണ ഏജൻസി തന്നെ സഹായിച്ചു എന്ന നിരീക്ഷണമാണ്. അതുകൊണ്ട് പുനരന്വേഷണം നടത്താനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി. അപ്പോൾ പുനരന്വേഷണം ഇനി എന്താണ്? CBI അന്വേഷിക്കണം എന്നാണ് ഹർജിക്കാരൻ്റെ വാദം. പക്ഷേ CBI അന്വേഷണം ഒരു പക്ഷേ നടക്കില്ലായിരിക്കാം. പക്ഷേ ക്രൈംബ്രാഞ്ച് തലത്തിലുള്ള അന്വേഷണവും ഇപ്പോഴിത് DGPക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി DGPയെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, വേണ്ട രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. സജി ചെറിയാൻ മന്ത്രി പദവിയിൽ തുടരുകയും ചെയ്യുന്നു. പക്ഷേ രാജിവെക്കേണ്ടി വന്നേക്കാം, വരാതിരിക്കാം. അതേക്കുറിച്ച് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഇതിൽ അന്തർലീനമായ ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ പ്രധാനമായ പ്രതിപാദ്യ വിഷയം. ഇതെല്ലാം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ വർഷം, അതിനെ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്തതാണ്. പക്ഷേ
യഥാർത്ഥത്തിൽ അന്തർലീനമായ വിഷയം എന്താണ്? നമ്മുടെ രാജ്യം സംവിധാൻ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല പാർലമെൻറ്റ് അംഗങ്ങളും പാർലമെൻറ്റിൽ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഭരണഘടനയ്ക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന ഈ അവസരത്തിൽ, ഈ കാലഘട്ടത്തിൽ ഭരണഘടനയുടെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു പരാമർശം ഒരു ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാമോ? അങ്ങനെ ചെയ്തിട്ടും ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് താൻ എന്തു പരാമർശം നടത്തിയാലും അത് അനുവദനീയമാണ് എന്ന മട്ടിൽ വിമർശിക്കാൻ ഭരണഘടന വിമർശനത്തിന് അതീതമാണോ? ഈ ചോദ്യമാണോ എഴുതുന്നത്? തീർച്ചയായും ഭരണഘടനയെ തിരുത്തപ്പെടേണ്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ വൺ ടൈം ഡോക്യുമെൻറ്റ്. 1946 സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് നിലവിൽ വന്ന ഭരണഘടന 2-3 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ജനുവരി 26, 1950 നിലവിൽ വന്നു. ഇതിൽ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പ്രിയാമ്പിളിൽ പറയുന്നത്. നോക്കൂ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിൽ സെക്യുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും ഉള്ള പദങ്ങൾ, ഈ സങ്കല്പങ്ങൾ 1976 42ാം ഭേദഗതിയിൽ അടിയന്തരാവസ്ഥ സമയത്താണ് കടന്നു വന്നതാണ്. മറ്റു കാര്യങ്ങൾ സജി ചെറിയാൻ പറഞ്ഞ ഈ ജനാധിപത്യം എന്ന വാക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്, സെക്യുലറിസം പിന്നീട് എഴുതി ചേർത്തതാണ്. പക്ഷേ ആ അടിസ്ഥാന പ്രമേയം ഭരണഘടനയുടെ തൂണുകളായ സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി മുതലായ കാര്യങ്ങളെ തുച്ഛീകരിച്ച് കുന്തമാണ് എന്നും കുടച്ചക്രമാണ് എന്നും പറയുമ്പോൾ അത് ഓണാട്ടുകരയിലെ വെറും പ്രയോഗമായി തുച്ഛീകരിച്ച് കാണാൻ പൊതുസമൂഹത്തിനാവുമോ നിയമപീഠത്തിനാവുമോ? അപ്പോൾ ഇവിടെ ഒരു ലീഗൽ ആംഗിൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഭരണകൂടത്തെ വിമർശിക്കാം, കുഴപ്പമില്ല. ഭരണഘടനയുടെ അനൗചിത്യം അല്ലെങ്കിൽ പോരായ്മകൾ തീർച്ചയായും ചർച്ച ചെയ്യാം. അത് വിമർശനമെന്നല്ല പറയുക, തിരുത്തൽ. അതിനെന്താണ് വേണ്ടത്? അമെൻഡ്മെൻ്റ് ആണ്. അമെൻഡ്മെൻറ്റിന് എന്താണ് വഴി? പാർലമെൻറ്റിൽ പ്രമേയം അവതരിപ്പിക്കുക. ഏത് വാക്കാണ്, ഏത് ഭേദഗതിയാണ് വേണ്ടത് അവതരിപ്പിക്കുക, നിശ്ചിത ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കുക. അങ്ങനെയാണ് ഭരണഘടന നിരന്തരം അമെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇവോൾവിങ്. അതാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഭരണഘടനയെ വിദേശ ശക്തികളുടെ ഒരു കളിപ്പാവയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യാനുള്ള ഉപാധിയായി ഇന്ത്യയിലെ ഭരണകൂടം ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ആയുധമാണ് ഭരണഘടന എന്ന രീതിയിൽ ആരെങ്കിലും ആ ധ്വനി വരുന്ന രീതിയിൽ, വാക്കുകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ ധ്വനി വരുന്ന രീതിയിൽ ആര് പറഞ്ഞാലും അത് തീർച്ചയായും നിയമപീഠം അത് കണ്ടില്ല നടിക്കാനാവില്ല. കാരണം ഇന്ത്യ നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ ആണ്. അല്ല, ഇവിടെ കോടതിയാണ് പരമോന്നത നീതിപീഠം. ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽനായ കോടതിയാണ്. അതുകൊണ്ട് കോടതി ഇവിടെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, അന്വേഷണം നടക്കട്ടെ. രാജിവെക്കുന്നത് ധാർമ്മികതയുടെ ഒരു വിഷയമാണ്. ഒരു ഭാഗത്ത് ധാർമ്മികതയിൽ ഒരു പ്രാവശ്യം രാജിവെച്ചു ശ്രീ സജി ചെറിയാൻ. അതേ കുറ്റത്തിന്, അതേ ആരോപണത്തിന് രണ്ടാമതും രാജിവെക്കണമോ? അതൊരു നൈതികമായ ചോദ്യമാണ്. അത് അദ്ദേഹം എടുക്കേണ്ട തീരുമാനമാണ്. ഗവൺമെൻറ് കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം ഇതിൽ വളരെ നിർണായകവുമാണ്. പക്ഷേ ഈ കേസ് ഒരുപക്ഷെ തുടരാനും മേൽത്തട്ടിലേക്ക് പോകാനും സുപ്രീം കോടതി വരെ പോകാനുമുള്ള ഒരു കാഴ്ചയാണ്. ഭാവിയിൽ നിയമപണ്ഡിതന്മാർ, LLB പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ഒരു കേസ് സ്റ്റഡിയായി പഠിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് അതിപ്പോഴത്തെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. തീർച്ചയായും ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കേസായി വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പരിധി ആർട്ടിക്കിൾ 19 ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതിൻ്റെ പരിധി അത് ഭരണഘടന ഈ വിമർശനത്തിന് വിധേയമാണോ, അതിനതീതമാണോ? അതുപോലെ പാർലമെൻറ്റ് തന്നെ പാസ്സാക്കിയിട്ടുള്ള ഈ ഭരണഘടനയെ വിമർശിക്കുന്നവയെ ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്ട്, അതിൻ്റെ പരിധി എവിടെ വരെയാണ്? ഇതെല്ലാം കൂലംകഷമായി ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. നമുക്ക് കാതോർക്കാം.